ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചിക്കൻ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. ചുട്ടെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ കനലിൽ വെച്ച് ചുട്ടെടുക്കുന്ന അതല്ല, നമ്മൾ പക്ക തീയിൽ വെച്ച് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചിക്കൻ. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ചുട്ടെടുക്കുന്നതിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ വീഡിയോയിലുണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കണം. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചിക്കൻ ഞാൻ തൽക്കാലം, ഇവിടെ മൊത്തം കാക്കകളുണ്ട് കേട്ടോ. കാക്കകൾ ഇത്രയും നേരം സന്ധ്യയായിട്ടും കാക്കകളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചിക്കൻ സേഫായിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സുഹൃത്തുക്കളേതാ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ചിക്കൻ ഡ്രിൽ ചെയ്യുന്ന സംവിധാനം. എന്ന് വെച്ചാൽ ഇത് ഒരു പാട്ടയാണ്, സാധാരണ കീൽപ്പാട്ടയല്ല. ഇത് നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ വരുന്ന ഒരു പാട്ടയാണ്, ചെറിയൊരു പാട്ട. ഞാൻ 2 കല്ലുകളൊക്കെ എടുത്ത് വെച്ച് അപ്പുറത്ത് 2 കല്ലുകളൊക്കെ സെറ്റ് ചെയ്ത് വെറുതെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ പാട്ടയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഈ പാട്ടയുടെ അടിയിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഹോൾ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് നല്ല കാറ്റ് കയറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ കൂടുതൽ കത്തും. ഈ സംവിധാനം ഞാൻ ഇന്നലെ പരീക്ഷിച്ചതാണ്. ഇന്നലെ ഞാൻ ചിക്കൻ വെച്ച് വിജയകരമായി പരീക്ഷിച്ചതാണ്. അസാമാന്യ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഈ നെറ്റ് എന്ന് പറയുന്നത് ഇതൊരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഒരു കുഞ്ഞ് മേടിച്ചാൽ കാശൊന്നും കൊടുക്കാതെ കിട്ടിയതാണ്. കുറച്ച് സാധനം ഇത്ര തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ മെഷീനറീസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് ചിരട്ടയാണ് ഇത് കത്തിക്കാനായിട്ട്. പിന്നെ ഇത് കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ചിരട്ട നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കനൽ, ഇന്നലത്തതിൻ്റെ കനൽ, കുറച്ച് ചിരട്ടയുടെ ചാമ്പലും കനലും കൂടെ എടുത്ത് ഒരു ചിരട്ടയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം ടർപ്പൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കത്തിച്ച് ഇതിനകത്തേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് കത്തിക്കുക. ഇതാണ് പരിപാടി. പിന്നെ ഈ ഇരിക്കുന്ന പ്ലെയറാണ് ഞാൻ ഈ നെറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിക്കനൊക്കെ തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു സാധനം ഞാൻ എടുക്കാൻ മറന്നുപോയി, ടർപ്പൻ എടുത്തിട്ടില്ല. ഞാൻ ടർപ്പൻ എടുത്തിട്ട് ഇതാ വരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ടർപ്പൻ എടുത്തുകൊണ്ട് ഓടുകയാണ്. ടർപ്പൻ കിട്ടി, ടർപ്പൻ എടുത്തുകൊണ്ട് ഓടുകയാണ്. കാരണം ഈ ചിക്കൻ പീസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നേരെ ഇരട്ടിയിട്ടില്ല. സന്ധ്യ ആയതേ ഉള്ളൂ, കാക്കകളൊക്കെ ചുറ്റിലും ഉണ്ട്. അപ്പോൾ അത് മേടിച്ചെടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈ ചിക്കൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. വെച്ചിട്ട് എല്ലാം ഒരു കൈ കൊണ്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് സ്വല്പം ഇതൊന്ന് ലൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് സ്വല്പം ടർപ്പൻ വീഴ്ത്തി കൊടുക്കാം. മതിയാകുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഈ സാധനം എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കണം. ഞാൻ ഈ ഗ്രില്ല് മാറ്റിയിട്ട് ഈ സാധനം ഇതിൻ്റെ സെൻട്രലാക്കി വയ്ക്കുകയാണ്. ചിലപ്പോൾ വീഡിയോ കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് കത്തിക്കാൻ പോവുകയാണ്. ഈശ്വര, എല്ലാം ചളകൊളയാകുമോ എന്തോ. ഈ ഒരു പേപ്പർ പീസ് ഒന്ന് കത്തിച്ചിട്ട് ഈ സാധനം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഐഡിയ. ഈശ്വര, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു കയ്യിൽ ക്യാമറ ഉപയോഗിച്ച് കൈ കൊണ്ട് ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു കൈയില്ലാത്ത ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അല്ലേ, അവർ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ സാധനം ഇതിനകത്തിട്ട് കൊടുത്തു, അതിരുന്ന് കത്തുകയാണ്. എത്രത്തോളം കത്തും എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മളിനി വീണ്ടും കത്തിച്ച് കൊടുക്കേണ്ടിയൊക്കെ വരും. ഏതായിരുന്നാലും ഞാൻ ബാക്കി ചിരട്ടകളും കൂടി എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ്. ഈശ്വര, ഇതെല്ലാം ഒരു വകയാണ് കേട്ടോ. ഫോണ് കത്താതിരുന്നാൽ മതിയായിരുന്നു. ഈശ്വര, ഇതെല്ലാം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രധാനമായും നമുക്കൊരു സംഭവം ചെയ്യണം എന്ന് ഒരു ചിന്ത വരുമ്പോൾ ആരും കാണാറില്ല. ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വമ്പൻ ഓഫറുകളാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും വേണ്ട, നമ്മൾ തന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചുള്ള പരിപാടികളാണ്. അപ്പോൾ ഇത് കത്തട്ടെ. ഇത് കത്തി ഒരുവിധം സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. അതുവരെ പോസ് ചെയ്യാം.
സുഹൃത്തുക്കളെ, അങ്ങനെ ഞാനിവിടെ എനിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേരയൊക്കെ കൊണ്ടിട്ട് കേട്ടോ. ഇപ്പം നല്ല ഒരുവിധം സന്ധ്യയായി. നമ്മുടെ ഇനിയുള്ള വിഷ്വൽസ് എത്രത്തോളം നന്നായിട്ട് കിട്ടുമെന്നറിയില്ല. ഇതിപ്പോഴും നന്നായിട്ട് കത്തിയിട്ടില്ല കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു ചിരട്ട കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അതുവരെയും നമ്മളിങ്ങനെ ചെറുതായിട്ട് പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അണഞ്ഞു പോകും. അപ്പം ഞാനൊരു ചെറിയൊരു കമ്പ് എടുത്തിട്ടുണ്ട് ഈ തീ ഇങ്ങനെ കിണ്ടാനായിട്ട്. ഒന്ന് കിണ്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കത്തുന്നുണ്ട്. കാരണം അടിയിൽ തലേ ദിവസത്തെ ചിരട്ടയുടെ കനൽ കിടക്കുന്നുണ്ട്. ഒരു ചിരട്ട ഏറെക്കുറെ ഇച്ചിരി കത്തി തുടങ്ങി കേട്ടോ. ഇതേതെങ്കിലും ഒന്ന് നന്നായി കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സക്സസ് എന്നുള്ളതാണ്, നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ കത്തി കൂടും. അപ്പം നമ്മൾ ഇനി അധികം കാത്ത് നിൽക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നന്നായി കത്തി കിട്ടിയെന്ന് വെച്ചോ, ഈ സാധനം കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലൊന്നും നോക്കാനില്ല. വെറും 10 മിനിറ്റ്, എനിക്ക് വേണമെങ്കിൽ 7 മിനിറ്റൊക്കെ സമയം എടുക്കുകയുള്ളൂ നമ്മുടെ ചിക്കൻ റെഡിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കനിൽ ഞാൻ വെറും ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വെറും ഉപ്പ് എന്ന് വെച്ചാൽ ഇതിൽ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ മസാലപ്പൊടിയോ ഒരു ഐറ്റവും ചേർത്തില്ല, കുരുമുളക് പോലും ചേർത്തിട്ടില്ല. വെറും ഉപ്പ് മാത്രം, ഉപ്പും ചിക്കനുമാണ്. ഇതാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉള്ളത്. യൂറോപ്യൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയാണ്. നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനൊരു ഭക്ഷണ രീതി വലിയ ഐഡിയ ഇല്ലാത്തതാണ്, അവർ ചെയ്യാത്തതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മളിങ്ങനെ ഈ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പേശയാണ് എടുത്തേക്കുന്നത്. പേശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പരിപാടികൾക്ക് പേശ കംഫർട്ടബിൾ അല്ല. പേശ വന്ന് ഇങ്ങനെ ഇതിലൊക്കെ വന്ന് വീഴും, തൂന്നൊക്കെ വീഴും. പക്ഷേ ബെർമുഡയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. ഈശ്വര, നമ്മുടെ കത്തുന്നത് ഒരു ചിരട്ട കത്തി എങ്കിലും നമുക്ക് അതത്രയ്ക്ക് സക്സസ് എന്ന് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ഏറ്റവും ഹെൽത്തി, ഇതാണ് ഏറ്റവും ടേസ്റ്റി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും ചേർക്കാത്തത്. ഒരു ഉപ്പ് മാത്രം ചേർത്താണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും തീ കുറച്ചുകൂടെ കത്തിച്ചിട്ട് ഞാൻ വീണ്ടും വരാം. അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിതിൽ ആദ്യം ടർപ്പൻ ഒഴിച്ചാണ് ഇത് കത്തിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കരുത് ഇനി ടർപ്പൻ്റെയൊക്കെ സ്മെല്ല് കാണാൻ അങ്ങനെയൊന്നും. അതൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു, ടർപ്പനും സംഭവങ്ങളൊക്കെ കത്തി എപ്പോഴേ തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ സംഭവം ഒരുവിധം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ സക്സസ് ആയി. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചിരട്ടകൾ കത്തി തുടങ്ങി. ഇനി നമുക്ക് ഈ നെറ്റെടുത്ത് ഇതിൻ്റെ മീതേക്ക് വയ്ക്കാം. നേരെ ഇരുട്ടി കേട്ടോ, നേരം ഇരുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിരട്ട എടുത്ത് വെച്ചു. ഇനി നമുക്ക് നെറ്റ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഓരോരോ ചിക്കൻ്റെ പീസുകളായിട്ട് എടുത്ത് ഇതിൻ്റെ മീതെ വച്ച് കൊടുക്കും. ഇപ്പോഴേ ഒരു സൈഡിൽ ഇങ്ങനെ വച്ച് പോകാമെന്നുള്ളതാണ്. നല്ല വെളുത്ത ചിക്കൻ്റെ പീസുകൾ, നല്ല സൈസുള്ള കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നീളത്തിന് നല്ല സ്ലൈസായിട്ടൊക്കെ വെക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മളിങ്ങനെ തീയിൽ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇച്ചിരി കനം ഉള്ള പീസുകളായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ദൈ വയ്ക്കുന്നത് ഇതിൻ്റെ മാങ്ങ എന്ന് പറയുന്ന സംഭവമാണ്. ദൈ വയ്ക്കുന്നത് മാങ്ങ, ചിക്കൻ്റെ മാങ്ങ എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല പേരും പറയും. നടുക്ക് നല്ല സെൻറ്റർ ഭാഗത്ത് കട്ടിയുള്ളത് വെച്ച് കൊടുക്കുക. വച്ച് ഇനിയിപ്പം വയ്ക്കാൻ സ്പേസൊന്നുമില്ല. കണ്ട, ഇതിപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, ഇതാ കത്തി തുടങ്ങി കേട്ടാ ചിക്കൻ. ഇനിയിപ്പോൾ ചിക്കനിൽ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. ഈ വെള്ളമൊക്കെ ഇനിയിപ്പോൾ കത്തി താഴെ വീഴും. ഈ വെള്ളത്തിൻ്റെ കൂടെ ഇതിൻ്റെ നെയ്യും കത്തി ഇറങ്ങുമെന്നുള്ളതാണ്. നെയ്യും കത്തി ഇറങ്ങും. ഇപ്പോൾ ആ ഭാഗത്തേക്കാണ് കൂടുതൽ കത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തു ഈ സാധനം. അവിടെ മാത്രമാണ് ഇപ്പം കത്തുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലേ, ഈ സാധനം കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. നേരിട്ട് ഡയറക്റ്റായിട്ടുള്ള കത്തൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഭാഗത്ത് ഇച്ചിരി കനമുള്ള ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇനി ഇതിലൊരു കളി നടക്കില്ല ഗെയ്സ്. നമ്മുടെ ഈ ഐറ്റമാണ് ഇനിയത്തെ താരം എന്ന് പറയുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കത്തുന്ന സംഭവം ആയതുകൊണ്ട് ഇത് ഫുള്ള് കത്തി നിന്ന് കളയും. നമുക്ക് ഏതെങ്കിലും കത്തലുള്ള ഭാഗത്തോട്ടൊക്കെ നീക്കി മറിച്ചും തിരിച്ചൊക്കെ ഇച്ചിരി കനമുള്ള പീസൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു ആശാൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പം തീ നല്ല പൂർവാധികം ശക്തിയോടുകൂടി കത്തുകയാണ് കേട്ടോ. കനം കുറഞ്ഞ പീസുകൾ ഇങ്ങോട്ട് മാറ്റി കനം കൂടിയ പീസുകൾ അങ്ങോട്ട് വയ്ക്കണം. അയ്യോ,
പിന്നെ ഈ വശങ്ങളിലൊക്കെ നമ്മൾ ഈ പീസുകളൊക്കെ കൊണ്ട് വയ്ക്കുമ്പം പറ്റുന്നൊരു വലിയ പണി എന്തെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ അങ്ങ് താഴെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ അങ്ങനെ 1-2 പീസുകൾ താഴെ വീണ് പോയായിരുന്നു. പക്ഷേ എങ്കിലും തിരിച്ചെടുത്ത് വെച്ചു. കാരണം ഇതിൻ്റെ 4 ചുറ്റും പുല്ലാണ്. അപ്പോൾ ഈ പുല്ലിന് പുറത്ത് വീഴുന്നതുകൊണ്ട് വലുതായിട്ട് അഴുക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് വെച്ചത്. ഇതിപ്പോൾ പക്കയായി കേട്ടോ. ഇതിപ്പോൾ തീയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കത്തിയാണ്. എല്ലാ ചിരട്ടകളും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പണ്ട് ഈ കാട്ടുവാസികൾ, കാട്ടുജാതിക്കാർ, കാട്ടുവാസികളെന്നല്ല, നമ്മൾ ഈ പഴയ പ്രാചീന മനുഷ്യർ എങ്ങനെയാണ് ചുട്ടെടുത്തിരുന്നത് എന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ പാത്രങ്ങളൊന്നും കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് അവർ ഈ നെറ്റിന് പകരം ഉപയോഗിച്ചിരുന്നത്, അന്തക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് ചെറിയ ഈ കമ്പുകളാണ്, ചില്ലകളാണ്, മരച്ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി അന്നത്തെ കാലത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് ഈശ്വര, ഈ ചൂട്, ഈ ചിരട്ടകൾ ഇനിയും ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി കത്താതെയൊക്കെ ചിരട്ടകൾ അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്നുണ്ട്. അതൊരു പണിയാണെന്നാണ് തോന്നുന്നത്. ഇതിൽ ചിരട്ടകൾ അപ്പുറം ഇപ്പുറം കത്താതെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ആവട്ടെ, കത്തട്ടെ, കത്തുന്നിടത്തോളം കത്തട്ടെ അല്ലേ. നമുക്കിതിനെ സ്വല്പം അങ്ങോട്ട് നീക്കി വെച്ചോട്ടെ. ഈ സൈഡിൽ വശത്തേക്കുള്ള കമ്പിയിൽ പിടിച്ചാൽ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചൂടടിച്ച് നമ്മൾ റെഡിയാകും. പക്ഷേ ചിക്കൻ വേവും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിക്കൻ നന്നായി വേവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു ചെറിയൊരു റമ്മും ഒരു മദ്യവും ഒരു സിഗരറ്റും ഒരു ചുരുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ജോളിയായിരിക്കും, സൂപ്പറായിരിക്കും. ഇതെല്ലാം ഡ്രൈ ചെയ്ത് നമ്മൾ അങ്ങനെ അടിക്കുന്നതൊക്കെ ഒരു ചില്ലാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എന്തായാലും നമുക്കൊന്നും ഇല്ല. ഇന്ന് ക്രിസ്മസ് ദിവസമാണ് കേട്ടോ. ഇന്ന് ക്രിസ്തുമസാണ്. അപ്പോൾ ക്രിസ്തുമസ് ദിവസത്തെ എൻ്റെ വൈബെന്ന് പറയുന്നത് ഈ സംഭവമാണ്. ക്രിസ്തുമസ് വൈബ്. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. ഫോട്ടോ എടുക്കാൻ പറ്റൂല, നടക്കൂല. ഇല്ലായിരുന്നെങ്കിൽ ഇത് തമ്പനയിൽസ് ഇടായിരുന്നു അല്ലേ. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ തൽക്കാലം ഇതിൻ്റെ ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചിക്കൻ കരിഞ്ഞ് തുടങ്ങുന്നു പലയിടത്തുനിന്ന്. എൻ്റെ അമ്മോ, സുഹൃത്തുക്കളെ, ഇത് ഇച്ചിരി ദൈർഘ്യം കൂടിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിക്കവാറും ആളുകൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പോകാനാണ് പതിവ്. എന്ത് ചെയ്യാൻ പറ്റും. ഇത് ലൈവ് വീഡിയോ ആണ് കേട്ടോ. ലൈവ് എന്ന് ഉദ്ദേശിച്ചത് ഇത് കട്ട് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഒരു കട്ട് ചെയ്തോ എഡിറ്റ് ചെയ്തോ ചെയ്യുന്നൊരു സംഭവമേ അല്ല. ഇത് എനിക്ക് അത്യാവശ്യം വരുന്ന സംഭവങ്ങളിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു, വീണ്ടും വീഡിയോ എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയാം. ഞാൻ ഏതായിരുന്നാലും ഞാനൊരു സ്റ്റില്ലെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാനൊന്ന് സ്റ്റില്ലെടുക്കാൻ ശ്രമിച്ചു പോട്ടെ. കിട്ടി ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പരിസരം ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ. ശബരിഗിരി സ്കൂള്, നമ്മുടെ മുറ്റം ഇവിടെ. ഇതിങ്ങനെ ഗ്രില്ലിൻ്റെ പരിപാടി നടക്കുന്നു. ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇതിൻ്റെ പിറകിൽ നമ്മുടെ വണ്ടികളിരിക്കുന്നു. ഇതാണ് നമ്മുടെ കേന്ദ്രം താഴത്തെ നിലയിൽ. അപ്പോൾ അതാണ്. അങ്ങനെ എല്ലാ ചിരട്ടകളും കത്തി തുടങ്ങി കേസ്. ചിരട്ടകൾ നന്നായിട്ട് കത്തുന്നുണ്ട്, എല്ലാ ചിരട്ടകളും കത്തുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ഇത് പക്കയാണ്. ഇതൊരു ലൈവ് ആയതുകൊണ്ട് നമുക്കിതിൽ എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. ഞാനിത് കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന് മൊത്തത്തിൽ എത്ര സമയം എടുത്തെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ ഗ്രില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ അത് സമയം ഒന്ന് കൂട്ടിക്കൊള്ളുക. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെയാണ് ഞാനൊരു സ്വന്തമായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ ഈ റെസിപ്പി മാത്രമാണ് നിങ്ങളുടെ ഒരു പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ റെസിപ്പി അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല നമ്മുടെ കേരളത്തിൽ. എൻ്റെ അറിവിൽ ഞാനല്ലാതെ ഉപ്പ് മാത്രം ചേർത്ത് ഇറച്ചി കഴിക്കുന്ന ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല.
അപ്പോൾ അത് മാത്രമായിരിക്കും നിങ്ങൾക്കിതിൽ ഒരു പുതുമയെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതിൽ ശരിക്കും ഇതിൽ പുക വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ചില ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പുകയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് പുക വരുന്നുണ്ട്. എവിടെ നിന്നാണ് പുക വരുന്നതെന്ന് അറിയില്ല. ഇത് ഇപ്പം നന്നായിട്ട് തീയടിച്ചപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ നെയ്യ് ഉരുവി താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ, താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പുകയായിട്ട് തന്നെ ഇതിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചൊലിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ പുകയായിട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഐറ്റം ഏകദേശം വെന്ത് കഴിഞ്ഞു, അത് ഷുവറാണ്. ഏകദേശം ഐറ്റം വെന്ത്. ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ ഇത് വേകട്ടെ എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ വച്ചേക്കുന്നതാണ്. ഇതിപ്പം വെന്തായിരുന്നു, പക്കയായിട്ട് വെന്തിട്ടുണ്ട്. ചില ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ തീയിൽ കത്തിച്ച് ആഹാരം കഴിക്കുന്ന കാണുമ്പോൾ. പക്ഷേ ഇതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. നമുക്ക് മാംസം കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയോടെ ഭക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഭക്ഷിക്കണം. ശരിക്കും ഉപ്പ് പോലും ചേർക്കാൻ പാടില്ലെന്നാണ്. പിന്നെ ഈ ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ഈ മാങ്ങയാണ് ഇങ്ങനെ കിടന്ന് നീരിറങ്ങുന്നത് കേട്ടോ. ഈ മാങ്ങയിൽ ഇതാണ് മാങ്ങ. ഈ മാങ്ങയിൽ നീരിറങ്ങി മാങ്ങ നിന്ന് കത്തുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ്. ഇത് നല്ല കനമുള്ള പീസുകൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേവും. ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. ഈ കനമുള്ള പീസുകൾ വയ്ക്കുമ്പോൾ ഉള്ളു വേകാതിരിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഉള്ളൊക്കെ നന്നായിട്ട് വേവും, A to Z വേവും. കണ്ടാ, നെയ്യ് വീഴുമ്പോഴാണ് കുറേ തീ ഇങ്ങോട്ട് തെറിക്കുന്നുണ്ട്. നെയ്യ് വീഴുമ്പോൾ ഇതിനകത്തെ തീ കാണാൻ തന്നെ ഇപ്പം നല്ല ഭംഗിയാണ് കേട്ടോ. സൂപ്പറാണ്. അയ്യോ, തീ ഇങ്ങും മുകളിലേക്ക് എത്തുന്നു. ഈശ്വര, നമ്മുടെ ഐറ്റംസ് നമുക്ക് തിരിച്ച് വാങ്ങി വയ്ക്കാൻ സമയമായെന്ന് തോന്നുന്നു ഗൈസ്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് കത്തിയിട്ടുണ്ട്. കാരണം ഇത് കത്തിച്ചെടുക്കുന്നതല്ലേ, എന്താകുമോ എന്തോ. പക്ഷേ ഇതിങ്ങനെ കത്തിച്ചെല്ലാം എടുത്ത് കൊണ്ട് വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് തിന്നാനൊന്നും തോന്നത്തില്ല കേട്ടോ. നമുക്കെന്നല്ല, ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടാവും. ഇന്നലെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് ഇത് കൊടുത്തായിരുന്നു. പക്ഷേ അവർ വളരെ നല്ല അഭിപ്രായമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അന്തം വിട്ടുപോയി. ഇതിലൊന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, വെറും ഉപ്പ് മാത്രമാണ് ചേർത്തതെന്ന് പറഞ്ഞപ്പം. പക്ഷേ എന്നിട്ട് അവരിന്നലെ പറഞ്ഞായിരുന്നു ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് കുറച്ചാണ് വെച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിത് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരുന്നു തോന്നുന്നു. ഇത് വൈൻഡ് അപ്പിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സിമ്പിളാണ്. നമ്മളിത് നമ്മുടെ പ്ലെയർ എടുക്കുന്നു, ഒരു സൈഡിൽ പിടിക്കുന്നു, ഇതിനെ ഇങ്ങോട്ട് നീക്കുന്നു, എൻ്റെ തീയില്ലാത്ത ഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നു. വേണമെങ്കിൽ നമുക്ക്, പക്ഷേ ഇത് തിരിച്ചു മറിച്ച് ഈ നെറ്റ് വേറെ സാധനം കിട്ടും. ഇങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു സാധനം വാങ്ങാൻ കിട്ടും. ഒരു 300 രൂപ 500 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. നമുക്കിങ്ങനെ മറിച്ച് വച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ നമ്മുടെ വശത്തെ പാത്രങ്ങളിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ പറക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് എനിക്കിത് മൊത്തത്തിൽ ഇതിൻ്റെ ഫങ്ഷനുകൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പീസ് നല്ല വെന്തില്ല. വെന്തില്ലെങ്കിൽ പണിയാണ് അല്ലേ. വെന്തിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഓരോ പീസായിട്ട് മാറ്റുകയാണ്. അല്ലേ, ഞാനൊരു കാര്യം ചെയ്തു സുഹൃത്തുക്കളെ, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അത്രയ്ക്ക് വെന്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് മാറ്റിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. മതി. അപ്പോൾ ഞാൻ എന്തായാലും സുഹൃത്തുക്കളെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാനിതെല്ലാം പറക്കി മാറ്റുകയാണ്. ഇതാ നമ്മുടെ പാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ ഓരോ പീസായിട്ട് എടുത്തിടുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഓവർ ഡ്രൈയും ആക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നെയ്യുണ്ട്, നല്ല നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് ഇതിലിപ്പോൾ. അപ്പോൾ ഈ നെയ്യോടുകൂടി, ഈ ഇറങ്ങിയ നെയ്യോടുകൂടി നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു പീസ് തറയിൽ പോയോ എന്നൊരു സംശയം. അയ്യോ, പോയി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഈ പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഈ സാധനം അങ്ങെടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാ കണ്ടോ, തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് നമ്മുടെ ഐറ്റത്തിൻ്റെ കുറച്ച് ക്ലോസപ്പ് വിഷ്വൽസ് എടുക്കാം. ഈശ്വര, കരിങ്കോഴിയാണ്, കരിപുരണ്ട ജീവിതങ്ങൾ. നല്ല പക്കയായിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട് എല്ലാ പീസും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കാം നമുക്ക്. ഈ തീ മൊത്തം കത്തി കഴിഞ്ഞതിന് ശേഷം ഫുൾ തീയും എന്ന് വെച്ചാൽ ഈ മുഴുവൻ തീയും കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എടുത്ത് അതിൻ്റെ മീതെ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് നേരം കനലിലിരുന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അല്പമെങ്കിലും വേവാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇരുന്ന് വേവാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കനൽ ഏകദേശം കെടാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കനൽ ഞാൻ ഇതിപ്പോൾ ഏകദേശം കെട്ടിട്ടുണ്ട് കേട്ടോ. കനൽ ഈ കനൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. കാരണം നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കനൽ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ്. ഈ കനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും. അപ്പം ഞാൻ ഇതൊന്ന് കൈകൊണ്ട് എടുത്തു പോട്ടെ. വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഈ നെറ്റ് ഞാനെടുത്ത് ഇതിൻ്റെ മീതെ വീണ്ടും വച്ചു. എന്നിട്ട് ഞാൻ ഇവരെ ഒന്നുകൂടി ഞാൻ ഈ ആശാന്മാർ അതിലോട്ട് എടുത്തൊന്ന് വെറും കനലിലേക്ക് എടുത്തൊന്ന് വച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പരിപാടിയുടെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കനലിലേക്കൊക്കെ വീണ്ടും ഒന്നുകൂടെയൊക്കെ വെച്ച് കൊടുത്താൽ, ഞാൻ കൈകൊണ്ടാണ് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതിനങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സാധനം നമ്മൾ വിചാരിക്കും നമ്മൾ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പൊള്ളവും ഇല്ല, അത്ര വലിയ ചൂടും കാണില്ല. പക്ഷേ ഈ സാധനം വേവും. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂടില്ല എന്നാൽ പൂർണ്ണമായിട്ട് ഈ ഐറ്റം വെന്ത് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അത്. ഓക്കെ, അപ്പോൾ ഈ കനലിൽ ഈ ഐറ്റം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഈ സാധനം കണ്ടോ അകത്ത് നല്ല റോസ് കളറിൽ കാണാം കേട്ടോ. ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ റോസ് കളർ, നേരിട്ട് കാണുമ്പോൾ ചുവന്ന കളറുമാണ് ഈ കനലുകൾക്ക് എന്നുള്ളതാണ്. ഒരു തപ്പൽ നടത്തി നോക്കുക. എൻ്റെ ഒരു പീസ് ഇവിടെ തറയിൽ പോയോ എന്നൊരു സംശയം. ഇല്ല, അപ്പോൾ അതിൻ്റെ തോന്നലായിരുന്നു ഗീസ് തറയിലൊന്നും പോയിട്ടില്ല, അവിടെ ഇല്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ മുകളിൽ കൊണ്ടുപോയി കഴിക്കാൻ സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ തൽക്കാലം ഒന്ന് പോസ് ചെയ്യാണ്. സുഹൃത്തുക്കളെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പം നമ്മളിത് തുടങ്ങിയ സമയത്ത് ഏകദേശം സന്ധ്യയായിരുന്നു. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 22 മിനിറ്റ് സമയമായി. അപ്പോൾ ഇപ്പം ഒരുവിധം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. പിറകുന്നൊന്നും കണ്ടുകൂടാ. നന്നായിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ഇരുട്ടി വരികയാണ്. ഇരുട്ടി വരികയെന്നല്ല, നേരം ഇരുട്ടി. എല്ലായിടത്തും സ്റ്റാറുകളൊക്കെ കത്തിച്ച് വീടുകളിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഐറ്റത്തിനെ നമുക്ക് മുകളിൽ കൊണ്ടുപോകാം. മുകളിൽ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേണ്ട, അധികം നേരം ഇനി ഇതിൽ വെറുതെ ഇങ്ങനെ വച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധനം. ഇച്ചിരി വെന്തത് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ചിലതൊക്കെ ഡ്രൈ ആയിപ്പോയി, നല്ല ഓയിലി ആയിട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമുക്കിത് മുകളിൽ കൊണ്ടുപോയി കഴിക്കുന്ന സംഭവം കൊണ്ട് എടുത്തിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മുകളിൽ പോയിട്ട് ഉള്ളൊരു പരിപാടിയുണ്ട്. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒരു പീസ് എടുത്ത് ഞാൻ പരീക്ഷിക്കാൻ പോവുകയാണ്. ഇതിവിടെ നമ്മുടെ സംഭവം അവിടെ അതിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഏതായിരുന്നാലും ഒരു പീസ് അതിൽ നിന്ന് എടുത്ത് ഞാനൊന്ന് കഴിച്ച് പരീക്ഷിക്കാം. ഇതെടുക്കാം. ചൂടുണ്ട് കേട്ടോ ഗെയ്സ്, ചൂടുണ്ട്. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മാംസമുള്ള പീസാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മാംസമുള്ള ഒരു പീസാണ്. നല്ല ചൂടാണ്. വായിൽ നിന്ന് പുക പോകണം. വായിൽ നിന്നും പുക. ഗൈസ്, ഇത് വെന്തത് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. നമ്മളെ മരിച്ചിന് നമ്മൾ ചുട്ടിട്ട് വെന്ത് കൂടുതൽ ചുട്ടുപോയി ഇരിക്കില്ലേ, അതേ അവസ്ഥയാണത്. പക്ഷേ ഇതിൻ്റെ ഉള്ളെല്ലാം കൂടുതൽ വെന്തുപോയി. പക്ഷേ ഇന്ന് ഉപ്പ് കറക്റ്റാണ് കേട്ടോ. സൂപ്പറാണ്, ഉപ്പ് കറക്റ്റാണ്, എല്ലാം ഒക്കെയാണ്. ഞാനിതിൻ്റെ സ്റ്റിക്കൊന്ന് കുറച്ച് നീട്ടിയായിരുന്നു.
ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 100 എന്നല്ല 1000-ൽ ഒരാൾക്ക് മാത്രമേ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ഇന്നലെ കഴിച്ച ഈ ഒരു ചിക്കൻ അല്ലാതെ ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തായിരുന്നാലും നമ്മൾ ഈ മുളകും മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ മസാലകളെല്ലാം ചേർത്ത് മുളകൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് വയറിനൊക്കെ ഒരു വലിയൊരു ഒരു ബുദ്ധിമുട്ടാണ്, അസ്വസ്ഥതയായിരുന്നു. ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നലെ ഞാൻ ഇതേപോലെ ചുട്ട് കഴിച്ച് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കങ്ങനെ എന്തോന്ന് പറയാനേ, ഇത്രയും ഫ്രഷായിട്ട് എനിക്ക് വയറ് ഫീൽ ചെയ്ത പുലർകാലങ്ങളില്ല കേട്ടോ. ഇന്നലെ രാത്രി ഇതാണ് കഴിച്ചത്, ഇത് മാത്രമാണ് കഴിച്ചത്, ഒരു പ്ലേറ്റ്. അപ്പോൾ ഇന്നലെ 2 കിലോ ചിക്കൻ വാങ്ങിച്ചതിൻ്റെ പകുതി ഇന്നലെ ചുട്ടു, അതിൻ്റെ മിച്ചം വരുന്നതാണ് ഇന്നെടുത്ത് ചുട്ടത്. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ നിങ്ങൾക്ക് സമയം കൂടുതലുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടെ സമയമുണ്ട്, കുറച്ചുകൂടെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കത്തിച്ചെടുക്കാതെ നിങ്ങൾ ഈ കനലിൻ്റെ ആ ചൂടിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓയിലി ആയിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൽ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എണ്ണയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഒഴിച്ചിട്ടില്ല. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും കുറച്ച് മുളകും മസാലയൊക്കെ ഇട്ടാൽ പിന്നെ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ഇതിൽ ആഡ് ചെയ്യുന്നു അത്രത്തോളം അത്രയ്ക്കും അൺഹെൽത്തി ആയിരിക്കും എന്നാണ്, നമ്മുടെ ബോഡിക്ക് ഹെൽത്ത് പരമായിട്ട് അത്രയ്ക്കും ഓക്കെ അല്ല എന്നുള്ളതേ ഉള്ളൂ. ടേസ്റ്റ് പരമായിട്ട് സൂപ്പറായി. ഇതിൻ്റെ എല്ല് പോലും ഞാൻ കടിച്ച് കേട്ടോ, ഇതിൻ്റെ അകത്തൊരു എല്ലാം ഉണ്ടായിരുന്നു, ആ സാധനം വരെ കടിച്ച് പൊടിഞ്ഞു വന്നു ഇപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ. ഇതിപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിലിപ്പോൾ എത്ര മൊത്തം സമയമായിരുന്നു, 26 മിനിറ്റാണ് ആയത് മൊത്തം. ഞാനത് ഇതെല്ലാം ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടൈം ഉൾപ്പെടെ 26 മിനിറ്റ്. അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതൽ, 10-11 മിനിറ്റ് നമ്മൾ ഇതിനുള്ള പ്രിപ്പറേഷന് വേണ്ടി ചെയ്തു. ഈ തീയെടുത്ത് വെച്ച് ഈ സാധനം അതിൽ വച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-14 മിനിറ്റ് ആയി കാണുള്ളൂ. അപ്പോൾ അത്ര സമയം എടുക്കുള്ളൂ. ഇങ്ങനെ കത്തിച്ച് ചെയ്താൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലാതെ കനലിൽ വെച്ച് ചുട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ 2-3 മണിക്കൂറൊക്കെ സമയം എടുക്കാം. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടേക്കണവരെല്ലാവർക്കും ബൈ.